അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക, മേലാൽ എന്ത് സംഭവിക്കും? ഇന്നങ്ങളുടെ യുദ്ധങ്ങളുടെ പരിസമാപ്തിയായി യഹൂദൻ ഒരാലയം വരാറായി. യഹൂദൻ്റെ ആലയം വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ള തൻ്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇനി ഇസ്രായേലിൻ്റെ നിലവിളിയുടെ ഒരു കാര്യം കൂടെ പറയുമ്പോൾ അവസാനിക്കും. ഈ എതിർക്കസു ആരാ? ഇവൻ ചിലർ പറയുന്ന മോഡി സാറാ എതിർക്കസു, ചിലർ പറയുന്ന കഴിഞ്ഞിട്ട് അമേരിക്കയിലെ ഒബാമയ, ചിലർ പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവരാരുമല്ല എതിർക്കസു. എതിർക്കസു ആരാ? സിറിയയിൽ നിന്നാ. പറഞ്ഞു തരാം. ആദ്യം ആര് വരും? എല്ലാവരും കേട്ടാട്ട് ബൈബിള് തുറക്കണം. ഉൽപ്പത്തി 49:10 അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകത്തില്ല. യഹൂദ ഗോത്രത്തിലെ സിംഹമായി രാജാക്കന്മാരുടെ രാജാവായി കർത്താവ് മടങ്ങി വരും. എല്ലാവരും കേട്ടാട്ടെ. ഈ അടുത്ത സമയം തിരുവനന്തപുരത്ത് വലിയ മല, അവിടെ 3 ദിവസം ഞാൻ, ഒരു ദിവസം TJ ശാമുൽ സാർ AGയുടെ കൺവെൻഷനാണ്. കുറച്ച് ചെറുപ്പക്കാർ തുണ്ടുമായിട്ടിരിക്കുക. 2-ാം ദിവസം അവർ ഞാൻ തുണ്ടുമായിട്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, മക്കളെ ഇത് എഴുതിയെടുക്കുക? നല്ല കാര്യം. ഞാൻ പറഞ്ഞു എഴുതിയെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറയുക, TJ ശാമുൽ സാറിനോടൊരു സംശയം ചോദിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന്. ഞാനും പറഞ്ഞു, ഞാനും പ്രസംഗിക്കുന്ന ആളെ സംശയം ചോദിക്കുക. അപ്പോൾ അവരുടെ സംശയം ഇത്, അസണ്ണി സാർ ഇവിടെ ഇരിക്കുന്നത് വളരെ സീനിയറാണ്. അവർ പറയുന്ന ആദ്യം അന്തിക്രിസ്തുവാ വരാൻ പോകുന്ന, കർത്താവ് ഇപ്പോഴെങ്ങും വരത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, TJ ശാമുൽ സാറിനോട് ചോദിക്കേണ്ട സംശയം ഞാൻ തീർത്തു തരാമെന്ന് പറഞ്ഞു. സ്വോത്രം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ പെന്തിക്കോസുകാർ കേട്ടാട്ടെ. നോഹയെ പെട്ടകത്തിനകത്ത് കയറി കുറ്റി സ്വർഗമിട്ടിട്ട ആകാശത്തിൽ നിന്ന് പെരുമഴയും, അന്നാ സമുദ്രത്തിൻ്റെ ആഴിയുടെ ഉറവ, അന്നാ സുനാമി അടിച്ചത്. സ്വോത്രം. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ. 2-ാമത്തെ എല്ലാ പെന്തിക്കോസുകാരും കേട്ടാട്ട്. നമ്മുടെ ഇടയ്ക്ക് ആൾക്കാർക്കെല്ലാം വിദ്യാഭ്യാസമായി ഭയങ്കര ചർച്ചയില്ലോ. സൂം മീറ്റിങ്, ഗൂഗിൾ മീറ്റ്, എല്ലാം മീറ്റുവാ. സ്വോത്രം. വഴി പരിശോധന കല്ലേലുയാ പറയാൻ ആരുമില്ല. സ്വോത്രം. അങ്ങനെ ഒരു മീറ്റ് കൊടുക്കട്ടെ. സ്വോത്രം. അങ്ങനെ അതിൻ്റെ അർത്ഥം അത് പറഞ്ഞപ്പോൾ സന്തോഷമില്ലല്ലോ. കഴിഞ്ഞ വർഷം അട്ടപ്പാടി, അകളി, മുണ്ടമ്പാറ, ജല്ലിക്കട്ട് 25 പരിശോധന പ്രസംഗിച്ചു. IPC കണ്ണൂർ സെൻറ്ററിൽ. സാറ് വിട്ടിരിക്കുക. അപ്പോൾ അവർ ഞങ്ങളുടെ പ്രാസംഗികരാരും വരത്തില്ലെന്ന്. ഞാൻ പറയും, നിങ്ങളുടെ പ്രാസംഗികർ മുമ്പൊരാട്ടിരിക്കത്തോളം വരത്തില്ലെന്ന്. സ്വോത്രം. നമ്മളെ പോലുള്ള ഒരാളെ പ്രസംഗിക്കാമല്ലോ. സ്വോത്രം. അപ്പം കഴിഞ്ഞ ദിവസം കാസർഗോഡ് സെൻറ്ററുകാർ ആദ്യം ഒരു ദിവസം വിളിച്ച്, സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ലൈവ് പോകും, അല്ലേ തന്നെ തീർക്കായിരിക്കും, കുഴപ്പമില്ല. സ്വോത്രം. അപ്പോൾ 2-ാമത് വിളിച്ച ആൾ IPCയിലെ പ്രാസംഗികനെ പേരൊന്നും ഞാൻ പറയത്തില്ല, അതൊക്കെ ദൈവദോഷം. കാസർഗോഡ് ആയതുകൊണ്ട് പുള്ളിക്കൊരു നെഞ്ചുവേദന. സ്വോത്രം. പേരൂർക്കടയായിരുന്നു, ഒരു വേദനയില്ലായിരുന്നു. സ്വോത്രം. ഈ പള്ളിക്ക് ഈ മണി മതി. സ്വോത്രം. അവർ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒന്നുകൂടെ സഹായിക്കണം, 2 ആക്കണമെന്ന്. ഞാൻ പറഞ്ഞു, 2 അല്ല വേണേ 4 ആയിക്കോ, കുഴപ്പമില്ല. സ്വോത്രം. നമുക്കെന്തോ. സ്വോത്രം. അങ്ങനെയെങ്കിൽ 2-ാമത്തെ ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ ലോത്തിനെയും കുഞ്ഞുങ്ങളെയും സോവയറിനകത്ത് കൊണ്ടിറക്കി സോദോമിന് വേലി കെട്ടിയിട്ട ആകാശത്തിൻ്റെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയെങ്കിൽ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള 6-ാം അടയോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ആൻറ്റി ക്രൈസ്റ്റും അവൻ്റെ അമ്മായിയപ്പനുമല്ല ഇവിടെ വരുന്നത്. ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു വരും. TJ ശാമുൽ സാർ അവിടെ പറഞ്ഞ് കർത്താവായിട്ട് പുള്ളിയെ കൊണ്ടുവന്നേന്ന്. ഞാൻ പറയേണ്ടത് കൊടുത്തെന്ന്. സ്വോത്രം. അവരെടുത്ത് അവിടെ നിന്ന് കേട്ടോ. അതുപോലെ വീരന്മാരിറങ്ങി വരും. അപ്പം ആരാ ആൻറ്റി ക്രൈസ്റ്റ്? ദാൻ. അതാ ഉൽപ്പത്തി 49:17. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പം. അതാ ഞാൻ പറയും, ബൈബിള് കൂടെ വെക്കണം. ഇന്നത്തെ കത്തുന്ന സിറിയയിൽ നിന്ന് ആൻറ്റി ക്രൈസ്റ്റ് വരുന്നത്. സിറിയ കത്തുമോ? കൊടവിളാകം ഇവിടെ കൺവെൻഷന് നടത്തിയ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് സണ്ണി സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സിറിയ കത്തുവെന്നും രാജാവ് ഓടുമെന്നൊക്കെ കൊടവിള കൺവെൻഷൻ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇപ്പം കള്ളിമൂടി ഞാൻ പ്രസംഗിച്ചതാ, സിറിയെന്ന് രാജാവ് നീങ്ങുമെന്ന്. ഇപ്പം ബാഷറിനെ കാണാനില്ല. ഈ സിറിയയിൽ നിന്നായി എതിർക്കസ് വരുന്നത്. 12 ലക്ഷം സിറിയക്കാർ ഓടിപ്പോയിരിക്കുക. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും. സിറിയക്കാരൻ വരും, യഹൂദൻ്റെ ആലയം പണിയും. ബാക്കി കേൾക്കണം, ക്ലിയർ. ആലയം പണിഞ്ഞാൽ അവൻ ചുവന്ന പശുവിനെ ഒന്നുമല്ല ആദ്യം കൊണ്ടുവരുന്നത്, ന്യൂട്രൽ ചുവന്ന പശു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റിയിട്ട് അവൻ റോബോട്ടിനെ ആലയത്തിൽ കൊണ്ടുവരും. ബാക്കി കേട്ടോണേ. യഹൂദൻ്റെ നിലവിളി ഞാൻ അടുത്ത വാക്യങ്ങൾ പറയുമ്പോൾ വായിച്ചാട്ട് മോനെ വായിച്ചാട്ട്. ദാനിയേൽ 12:11. ദാണ്ട് റോബോട്ടിൻ്റെ ദൈവാലയത്തെ. സോബിയുടെ മൂത്ത ചേച്ചി മോൻ വായിച്ചാട്ട്. ദാനിയേൽ പ്രവചനം 12:11 വാക്യം. ദൈവസഭ എടുക്കപ്പെട്ടാൽ 42 മാസം. വായിച്ചാട്ട്. നിരന്തര ഹോമയാഗം. ഇന്ന് അവൻ ആലയമിൽ എല്ലാവരും കണ്ടാട്ടെ. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം. ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം. സോബിയുടെ മൂത്ത ചേച്ചി റോബോട്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1200
90 ദിവസം മതി. 3.5 വർഷം മതി, നിൽക്കട്ടെ. അവൻ റോബോട്ടിനെ കൊണ്ടുവെക്കും. എല്ലാവരും കേട്ടാട്ടെ. യഹൂദൻ ഒരു കാലത്ത് റോബോട്ടിനെ വണങ്ങത്തില്ല. കേട്ടോ? പുറപ്പാട് 20:4 മേലാകാശത്തിലും കീഴ് ഭൂമിയിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലും യാതൊന്നിൻ്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, വണങ്ങരുത്. അങ്ങനെയെങ്കിൽ അവർ റോബോട്ടിനെ വണങ്ങത്തില്ല. അന്ന് അവൻ്റെ പീഡാകാലം ആരംഭിക്കും. പിന്നെ ഈ റോബോട്ട് എവിടെ? 2 തെസ്സലോനിക്കർ 2:4 പ്രീനു ഒന്നെടുത്താട്ട്. അവൻ ദൈവാലയത്തിലിരുന്നു കൊണ്ട് 2 തെസ്സലോനിക്കർ 2:4 വായിക്കാം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. ഇതാ എതിർ ക്രിസ്തു കാൽവറിയുടെ കൊലക്കളത്തിൽ അവൻ തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തു. അതാ ടെറ്റലസ്റ്റായി സകലത് നിവർത്തിയായി. വചനം കേൾക്കുന്നവർക്കായി എതിർ ക്രിസ്തു തന്നെത്താൻ ഉയർത്തുന്നവനാ. ഇവിടെ 2 കാര്യമുണ്ട്: പഴയ നിയമസഭ, പുതിയ നിയമസഭ. എല്ലാവരും കേൾക്കണം. ഇനി പ്രീനു മത്തായി 24:15-16 എടുക്കണം. മോനെ എഴുതാത്തൊരു വാക്യമുണ്ട്. യോഹന്നാൻ 9:4 തീർക്കാം. മത്തായി 24:15-16 വായിച്ചിട്ട് യോഹന്നാൻ 9:4 എടുക്കുക. ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. ബാക്കി നാളെ കേട്ടാട്ടെ. പഴയ നിയമസഭ. പണ്ട് പഴയ നിയമസഭയുടെ അപ്പോസ്തലൻ അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്ററായിരുന്നു മോശ ഇടയ്ക്ക് സീനായിലൊന്ന് പോയി. സഭയാരെ ഏൽപ്പിച്ചു? അഹരോനെ ഏൽപ്പിച്ചു. എല്ലാവരും കേട്ടാട്ടെ. എന്താ? മോശ സീനായി പോയിട്ട് വന്നപ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട ദൈവജനം എന്ത് ചെയ്യുന്നു? കാളക്കുട്ടിയുടെ മുൻപിൽ കുമ്പിടുന്നു. മനസ്സിലാകുന്നവർക്കായി കേൾക്കണം, ഇത് വചനമാണ്. അങ്ങനെയെങ്കിൽ മോശ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച, ദൈവജനം കാളക്കുട്ടിയുടെ മുൻപിൽ കുമ്പിടുന്നു. അന്ന് രാത്രി സ്വർഗം മോശയോട് സംസാരിച്ചു. മോശ ഒരു കാര്യം പറഞ്ഞു: യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. കരമുയർത്തുന്നവർക്കായി. അന്ന് രാത്രി പാളയത്തിനകത്തൊരു സംഹാരം നടന്നു. താന്താൻ്റെ വാളുകൾ കൊണ്ട്. ഏതാ? കാളക്കുട്ടി ആരാധിക്കുന്നവർ എത്ര പേര്? 3000 പേർ അവിടെ വീണുപോയി. അതിൻ്റെ ഇക്വേഷനാ പത്രോസിനോട് ദൈവം പറഞ്ഞു: ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പത്രോസെ, നീ സ്വർഗത്തിൽ കെട്ടുന്നതൊക്കെയും ഞാൻ ഭൂമിയിൽ കെട്ടും. പത്രോസെ, നീ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ, നീ ഭൂമിയിൽ അടിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അടിക്കും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. അതുകൊണ്ട് അമ്മാമ്മ പെന്തക്കോസ് പെരുന്നാളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് 2900 അല്ല, 3100 അല്ല, പഴയ നിയമത്തിൽ വിഗ്രഹത്തെ ആരാധിച്ച് 3000 പേർ പട്ടുവീണപ്പോൾ പുതിയ നിയമസഭയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ 3000 പേരെ ദൈവം തെരഞ്ഞെടുത്തു. അങ്ങനെയെങ്കിൽ ഈ സഭ ഇവിടെ എടുക്കപ്പെടാറായി. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. മനസ്സിലാകുന്നവർക്കായി ഒന്ന് കേട്ടോണേ. ഇവൻ ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും, വണങ്ങത്തില്ല. ഇനി ബാക്കിയൂടെ കേട്ടോണോ, ചെറുപ്പക്കാരെല്ലാം കേട്ടോണോ. പണ്ട് സിറിയയിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അന്തിക്കോസ് എപ്പിഫാനോസ്. അദ്ദേഹം ഇവിടെ പോയി ഈജിപ്തിനെ ആക്രമിക്കാൻ പോയി. തിരികെ വന്നപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കാര്യം ചെയ്തു. ഇസ്രായേലിൽ കൂടെ വന്ന ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അന്നൊരു കാര്യം നടന്നു. അവൻ 2ാമത് ഇസ്രായേലിനെ ആക്രമിച്ചു. അച്ചായ അമ്മാമ ഇത് കേൾക്കണം, കർത്താവിൻ്റെ വരവാ. അങ്ങനെയെങ്കിൽ ഇനി ദാൻ ഗോത്രത്തിൽ നിന്ന്, സിറിയയിൽ നിന്ന് വരുന്നവൻ ആദ്യം വെള്ളക്കുതിര, സമാധാനം, ആദ്യം ചുവന്ന പശു, അതിനുശേഷം എന്താ? ആലയത്തെ സോഫിയുടെ ചേച്ചി റോബോട്ടിനെ വെക്കുക. യഹൂദൻ വണങ്ങത്തില്ല. 2, യഹൂദന് വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ട്, അതിൻ്റെ പേരാ പന്നി. മനസ്സിലാകുന്നവർക്കായി അന്ന് അന്തിക്കോസ് എപ്പിഫാനോസ് യഹൂദന്റെ ആലയത്തിൽ പന്നി അറുത്തു. പന്നിയുടെ രക്തം ഉപ്പല്ലിയിൽ യഹൂദന്റെ വായിൽ കുത്തിക്കയറ്റിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ യഹൂദന് ലഭിക്കാൻ പോകുന്ന പന്നിയുടെ രക്തം അന്നവർ നിലവിളിക്കുന്ന കാലം വരാറായി. 2 കാരണം പറയുമ്പോൾ നിർത്താം. മത്തായി 24:15-16 കുഞ്ഞു വായിച്ചാട്ടെ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ, വായിച്ചാട്ട് മോനെ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത. അയ്യോ, പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ് വന്നവള് കണ്ടില്ലയോ? പാപ്പനംകോട് ഇവിടെ അടുത്തല്ലയോ? സന്തോഷമില്ലല്ലോ. നിങ്ങൾ ചൊവ്വാന്ന് വന്നോണ്ടിരിക്കുക. സ്വത്രം. പാപ്പനംകോട് എഞ്ചിനീയറിംഗ് കോളേജ് സോഫിയ വന്ന് ദാണ്ടിപ്പോൾ അവള് സാരി കൊടുത്തു. മോളെ ദാണ്ട് അവള് ലെവല് മാറി. ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്നല്ലോ, പുതിയ ലെവലായി. ചാറ്റ് GPT വിത്ത് ഗ്രോക്ക്. കണ്ടില്ലയോ? സ്വത്രം. അത് കഴിഞ്ഞിട്ട് സൗദി ജോലി ചെയ്ത 6ാം ഇടക്കാരന് 25 കൊല്ലമായിട്ട് അറബി ഒരു ചില്ലി കാശ് കൊടുത്തില്ല. സോഫിയയ്ക്ക് പാസ്പോർട്ട് കൊടുത്തത് സൗദി. സന്തോഷമില്ലല്ലോ. അടുത്ത കണ്ടില്ലയോ?
കുശുകൂറ്റാണൊക്കെ കണ്ണാടി വെച്ചിരിക്കുന്നത്. എല്ലാം വരും, എല്ലാം ശരിയാകും. ശരിയായില്ല സ്വോത്രം. എവിടെ മൂത്ത ചേച്ചി വരാൻ പോവാ. യഹൂദന്റെ ആലയത്തെ റോബോട്ട് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിന്ദു. അവൻ ചത്താലും യഹൂദൻ സോബിയെ വണങ്ങത്തില്ല. 2, പന്നിയുടെ രക്തം വായിക്കൊള്ളത്തില്ല. ഇതാ കൺവെൻഷന്റെ മെയിൻ തീം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബം എവിടെ? യഹൂദന്റെ ആലയത്തിൽ. വായിച്ചടുമനെ അടുത്ത വാക്യം. വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് അന്ന് നിങ്ങൾ കാണുമ്പോൾ അന്ന് വായിക്കുന്നവർ ചിന്തിച്ചു കൊള്ളട്ടെ, അന്ന് യഹൂദയിലുള്ളവർ, ഇന്നത്തെ യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഇന്ന് രാത്രി അവസാന ഭാഗം യോഹന്നാൻ എടുത്തോണം പറയുമ്പോൾ, 1, യഹൂദൻ കമ്പ്യൂട്ടറിനെ വണങ്ങത്തില്ല. 2, അവൻ പന്നിയുടെ രക്തം വായിൽ കൊള്ളത്തില്ല. അന്ന് യഹൂദന്റെ തല എതിർ ക്രിസ്തുവിന്റെ പടയാളി അറക്ക്. എതിർ ക്രിസ്തുവിന്റെ പടയാളികൾ എന്ന IS കൊടുങ്കാറ്റിന് മുമ്പ് ട്രംപ് വരുന്നതിന് മുമ്പ് 2 സ്ഫോടനം അമേരിക്കയിൽ. അതിനിടയ്ക്ക് ചൈനയിൽ നിന്ന് വൈറസിനെ തുറന്നു വിട്ടതൊക്കെ ഭയങ്കര സംഭവങ്ങളാ, അന്ത്യകാല സംഭവങ്ങളാ. അങ്ങനെയെങ്കിൽ കളിക്കാവുള്ള ചെക്ക് പോസ്റ്റ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. സായം സന്ധ്യയിൽ ASI വിൻസെന്റ് എവിടുത്തെ കോയമ്പത്തൂർ ഉക്കട സ്ട്രീറ്റിനകത്ത് ആ ശ്രീലങ്ക സ്ഫോടനത്തിന് വേണ്ടി ബ്രാഞ്ചിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന് നെയ്യാറ്റിൻകരയിൽ നിന്ന് പോയ 2 പടയാളികൾ പച്ചയ്ക്ക് കളിക്കവള ചെക്ക് പോസ്റ്റിൽ വെടിവെച്ച് കൊന്നതുപോലെ, അല്ലെങ്കിൽ സിറിയയിലും മൊസൂളിലോ കഴുത്തറക്കുന്നത് പോലെ യഹൂദൻ പന്നിയുടെ രക്തം കൊള്ളാത്തവന്റെ കഴുത്തറക്ക്. ആ രക്തം താഴെ വീഴും. അന്നത്തെ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ബൈബിൾ ചേർന്നുകൊണ്ട് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ട്രംപും നരേന്ദ്രമോദി സാറും എലോൺ മസ്കും ബെഞ്ചമിൻ നെതന്യാഹുവും പിന്നിൽ ഒരുങ്ങുമ്പോൾ യഹൂദൻ ഒരു ദേവാലയം. അച്ചായ മാമ ചേട്ടാ ചേച്ചി, അത് വരുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എടുക്കപ്പെടും. 2, ഇന്ന് രാത്രി യഹൂദന്റെ ആലയത്തിനകത്ത് റോബോട്ട് വെക്കും. അമ്മാമ ആ റോബോട്ട് അവിടെ വരുന്നതിന് മുമ്പ് യേശു ഹല്ലേലൂയ ഒലിവുമലയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുക. ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ യേശു മധ്യാകാശത്തിലേക്ക് പോയി. ഒരു ദൂതൻ വന്ന് പറഞ്ഞു, 2 ദൂതന്മാർ, എന്താ ഗലീല പുരുഷന്മാര് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. അങ്ങനെയെങ്കിൽ യഹൂദന്റെ ദേവാലയത്തിൽ റോബോട്ട് വരുന്നതിന് മുമ്പ് കുന്നപ്പുഴയും തിരുമല ഒരു കാഴ്ച കാണും. തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം ഞാൻ കാണും. അടുത്ത ബേസ്, ഇന്ന് രാത്രി യഹൂദൻ ഒരിക്കലും റോബോട്ടിനെ വണങ്ങത്തില്ല. ISന്റെ തീവ്രവാദികൾ അന്ന് യഹൂദന്റെ കഴുത്തറക്ക്. അന്ന് അവരുടെ രക്തം അവിടെ താഴെ വീഴും. എന്നാൽ ഇന്ന് രാത്രി 6-ാം ഇടപെടണം. യഹൂദന്റെ രക്തം അവിടെ താഴെ വീഴുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാറായി. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് പരമയാഗമായി ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ഭാഷാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു. എൻ്റെ മുഖരോമങ്ങളൊക്കെ പിച്ച് ചീന്തി എനിക്ക് ദാഹിക്കുന്നു. എന്നിട്ട് യേശു നിലവിളിച്ചു, സകലതും നിവർത്തിയാൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് ഒരു സൈന്യാധിപൻ കുന്തമെടുത്ത് പടയാളിയുടെ കയ്യിൽ കൊടുത്തു. എൻ്റെ യേശുവിൻ്റെ വിലാപ്പുറത്ത് കൂത്തി 5.5 ലിറ്റർ രക്തം ഒഴുകിയെങ്കിൽ ഇന്ന് രാത്രി യഹൂദന്റെ ദേവാലയത്തിനകത്ത് പന്നിയുടെ രക്തം വീഴുന്നതിന് മുമ്പ് കാൽവറി രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ബാക്കി വായിക്കുന്നില്ല. മോനെടുത്താണ് യോഹന്നാൻ 9 ഞാൻ പറയും. മത്തായി 23:37. യെരൂശലേമേ യെരൂശലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ തൻ്റെ ചിറകിൽ മറച്ചു കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു. കരമുയർത്തുന്നവർക്കായി നിനക്കോ മനസ്സായില്ല. ഇന്ന് രാത്രി ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിൻ്റെ അവസാനം. അടയാളം അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തുവല്ലോ. അങ്ങനെ 6-ാമത് ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്ക വാതുക്കൽ. അവസാന ഭാഗത്തിലേക്ക് കുഞ്ഞു വായിക്കുന്നതിന് മുമ്പ് കേട്ടാട്ടെ. സ്വോത്രം. ഇന്ന് രാത്രി ആർക്കും മടങ്ങി വരാം. ഒരു വാക്കുകൂടെ വായിക്കുമ്പോൾ അവസാനിക്കും. ബാക്കി നാളെ. പഴയ നിയമത്തിൽ ഒരു പൈതൽ പാപം ചെയ്താൽ എല്ലാവരും ഗഗനമായി ചിന്തിരിക്കരുത്. അരുമയാണ് ദേവൻ വാർത്തകൾ இந்த நாட்கள் சொல்லுகிறது. നിങ്ങൾ ഗഗനമായി കേട്ടിരിക്കരുത്. എന്താ പറഞ്ഞുതരാം. പഴയ നിയമത്തിൽ ഒരു പൈതൽ പാപം ചെയ്താൽ അവനെ എന്താ പാളയത്തിനകത്ത് കല്ലെറിയണം. പെങ്കൊച്ച് പാപം ചെയ്താൽ അവളെ കൊന്നുകളയണം, തീ അടിച്ച്. സ്വോത്രം. പുതിയ നിയമത്തിൽ പാപത്തിന്റെ പരിഹാരം കൊലയും കത്തിക്കുത്തുമല്ല. അതിൻ്റെ പേരാ കൃപയുടെ പ്രമാണം.
ഇന്ന് രാത്രി നാടൻ കഥ പല സ്റ്റേജിലും കുഞ്ഞുങ്ങൾ കേട്ട് കാണും, സൗകര്യങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എങ്കിലും ആറാമട ദേശ നിവാസികൾക്ക് ആറാമടയിൽ നല്ലൊരു വീടുണ്ടായിരുന്നു. വീട്ടിൽ അച്ചായൻ്റെ പേര് ശമുവേൽ അച്ചായൻ, അമ്മാമ്മയുടെ പേര് റോസമ്മാമ്മ. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. മൂത്തവൻ്റെ പേര് ബെന്നിക്കുട്ടൻ, ഇളയവൻ്റെ പേര് കൊച്ചുമോൻ. എല്ലാവരും കേട്ടാട്ട് കഥ നോട്ട് ചെയ്താട്ട് ബെന്നിക്കുട്ടൻ വീട്ടിൽ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് കൊച്ചുമോൻ്റെ പ്രത്യേകത, ഇവൻ ആറാമട ആരുമായിട്ടും വലിയ ബന്ധമില്ല, ഇവന് കളിക്കാവിളക്കാരുമായിട്ടായിരുന്നു ബന്ധം. അപ്പം കൊച്ചുമോൻ്റെ അടുത്ത് കൂട്ടുകാർ പറഞ്ഞു, നീ ആറാമടെ തിരുമലയും കുന്നപ്പുഴ തൃക്കണ്ണാപുരം നിൽക്കാതെ നേരെ കളിക്കാവിള തമിഴ്നാട്ടിൽ കയറി ബിസിനസ് തുടങ്ങാം. അപ്പൻ്റെ നിന്ന് പിന്നെ ഉള്ള പ്രമാണത്തിൽ മലയങ്കീഴ് സബ് രജിസ്ട്രാറിൽ പോയി കൊച്ചുവനെല്ലാം മേടിച്ച് ഗുഡ് ബൈ പറഞ്ഞ് കളിക്കാവിള പോയി. കുഴിത്തറ ചെന്ന് ഇവ പട്ടിപ്പലിശയും കൊടുത്തു. ബാർ ഹോട്ടലിനകത്ത് കൂടിയും തുടങ്ങി. പട്ടിക്ക് കൊടുത്തു, ഒരാദ്യം തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ ഇപ്പോൾ ഇവൻ്റെ പൈസ മുഴുവൻ പുറത്തായി. ഇടയ്ക്കിടയ്ക്ക് കള്ളുകൂടിയായി. കട്ടകാലത്തിന് 9ാം മാസം കോവിഡും വന്ന് ലോക്ക്ഡൗൺ. ഇപ്പം കൊച്ചുവൻ്റെ ഒരു കാശും ഇല്ല, പരിപാടിയായി. സ്വത്രം കൂട്ടുകാർ പറഞ്ഞ് ഇനിയും ആറാമട ചെന്ന അപ്പം കയറ്റത്തില്ല, കാര്യം പോയി. അപ്പം കൊച്ചുവൻ ചോദിച്ചു എന്ത് ചെയ്യും? അപ്പം കൂട്ടുകാർ പറഞ്ഞ് നമ്മുടെ കളിക്കാവിളക്കപ്പുറത്ത് കുടിത്തറയുടെ അടുത്ത് സൂര്യകോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ പന്നികളുടെ ഫാമ. അവിടെ ചെന്നൈയിൽ നിന്നൊരു ചേട്ടൻ വന്നിട്ടുണ്ട്, കൗണ്ടർ. അവർ അരുമയാണ് പന്നിയെ മേക്കരുത്. ഇന്ന നാൾ ആര്യാഭവന് വന്നപ്പം പറഞ്ഞു, ഒരു വാലിബന് കിട്ടിയ നല്ല തുട്ടേ കൊടുക്കുമെന്ന് പന്നിയെ നോക്കാം. സ്വോത്രം കൊച്ചുവാൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ നല്ല തുട്ടും കിട്ടും, ഒരു വാലിബനെ വേണം. അപ്പം അവൻ കൊച്ചുവൻ വിചാരിച്ചു ആറാമട വന്ന് അപ്പൻ്റെ ഇത് വാഴ കേൾക്കുന്നതിൽ നിന്ന് പന്നിയുടെ കൂട്ടത്തിൽ കിടക്കാമെന്ന്. സ്വോത്രം ബാക്കി കേട്ടാട്ട് ഇവനെ എവിടെ കൊണ്ടുപോയി? സൂര്യകോടോട്ട് കൊണ്ടുപോയി. ഇവ അവിടെ ചെന്നപ്പോൾ ഓണർക്കും ഇഷ്ടപ്പെട്ട് പന്നിക്കും ഇഷ്ടപ്പെട്ട്. കാര്യം കയ്യിലുള്ള വെള്ളം അടിച്ച് ബിയറൊക്കെ കുടിച്ച് നല്ല വെളുവെളായിരുന്നേ. ഉണ്മയാണ് വാലിബൻ. കേൾക്കുന്നവർക്കായി സ്വോത്രം. പന്നിക്കും ഇഷ്ടപ്പെട്ട്, ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഇവൻ പന്നിയെ മേയ്ക്കാൻ തുടങ്ങി. 2 മാസം നല്ല ഭക്ഷണം, ചാപ്പാട്, ചപ്പാത്തി, വെജിറ്റബിൾ കറി, മസാല ദോശ. 2 മാസം കഴിഞ്ഞപ്പോൾ ഓണർക്ക് പിടികിട്ടി ഇവ ഇനി പോവത്തില്ല. 4 വരി കൂടെ താബൂക്ക് കിട്ടി. പിന്നെ ഓണർ 2 ആഴ്ച ഒരിക്കൽ വരും, കുട്ടി പെൻസുമായിട്ട് വന്ന് പന്നിയെ പിടിക്കും. കൊച്ചുവൻ ചോദിക്കും, അയ്യാ പസിക്കരുത്. അപ്പം അയ്യാ പേസിക്കരുത്, இந்த വാള വര പുളിയരി ഓക്കെ കാലിത്തീറ്റ. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി അപ്പച്ചൻ്റെ വീട് വിട്ടുപോകുന്ന ആറാമടയിലെ എല്ലാ കൊച്ചുവന്മാർക്കും കിട്ടാൻ പോകുന്നത് പന്നിയുടെ കൂട്ടത്തിലെ വാള വരെ ഓക്കെ കാലിത്തീറ്റ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. 6 മാസം അവിടെ നിന്ന് അമ്മാമ്മേ ഒരു ഉടുപ്പം കൊണ്ടുപോയിട്ട് പോയ. அப்போ டிபி அங்கார் இருக்குது. அவர் ஒரு பைபிள் கிளாஸ் கலைக்காவல வச்சிரு. இந்த நாள்களை பேசுகிறது உலகத்தின் முடிவு, கடைசி கால செய்திகள். தாயே, தகர்ப்பரே, தம்பி, தங்கச்சி, வாலிபா, இந்த நாட்களை பார்த்திருக்கிறது. ரஷ்யா உக்ரைனுமாய் യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അന്തിക്രിസ്തു വരാറായിരിക്കുന്നത്. അപ്പോൾ 6ാമട കൺവെൻഷൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് ബോക്സിൻ്റെ കീഴിൽ നിന്നവനാ. സ്വോത്രം. പുത്തരിക്കൊണ്ടത്ത് ഒരു കൊച്ചു തുണ്ടു എടുത്തതാ. പിന്നെ കുമ്പനാട്ട് പോയെന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ടിൽ കയറില്ല, കുഞ്ഞൂസിൻ്റെ സ്റ്റാളിൽ നിന്നതാ. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അവിടെ വരെ നിന്നതാ. അപ്പോൾ ഇവന് പിടികിട്ടി ലോകം തീരാറായി. ഇത്രയും കാര്യങ്ങൾ. സ്വോത്രം. എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൻ അത് കേട്ടോണ്ടിരുന്ന ബൈബിൾ ക്ലാസിൻ്റെ കാര്യം അവൻ തന്നെ അവിടുന്ന് എഴുന്നേറ്റു. അതിൻ്റെ പേരാ സുബോധം. മനസ്സിലാകുന്നവർക്കായി തിരുവചനം. അന്ത്യകാലം. ലോകത്തിൻ്റെ പോക്കറിയുന്ന വ്യക്തിയുടെ തല ആരും കൈവെക്കണ്ട. അവൻ തന്നെ എഴുന്നേൽക്കും. ഉലകം തീരാറായി. അതിൻ്റെ പേരാ സുബോധം. അവിടെ ഒരു പട്ടക്കാരൻ ചെന്നില്ല, പ്രസ്ബിറ്റർ ചെന്നില്ല, പാസ്റ്റർ ചെന്നില്ല, തിരുമേന് ചെന്നില്ല, ഐമേന് ചെന്നില്ല. അവൻ എഴുന്നേറ്റു. അവന് പിടികിട്ടി കാലം അധികമില്ല. പന്നിയോട് ഇന്ന് ഞങ്ങൾ പറയുന്ന പോലെ തമ്പി തങ്കച്ചി എന്നല്ല, ബ്രദർ സിസ്റ്റർ എന്നല്ല. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, കൊച്ചോൻ പറഞ്ഞെന്താ, ഗായ്സ് ഐ ആം ഗോയിങ്. പിള്ളേരുടെ പേര് മനസ്സിലായില്ലേ എന്ന് പറയുന്ന പോലെ ഒറ്റ ചാട്ട. സ്വോത്രം. സൂര്യകോടിന്ന് 1ാം ദിവസം യാത്രയായി. വന്ന് കിടന്ന് പാറശാല, അവിടെ കിടന്ന് സുഖമായിട്ടുറങ്ങി. 2ാം ദിവസം വേച്ച് നെയ്യാറ്റിൻകര. 3ാം ദിവസം എവിടെ വന്നെന്നറിയാമോ? നിങ്ങളോട് പറഞ്ഞു തരാം. നല്ല സ്ഥലം നേമത്ത് വന്നവൻ കിടക്കുക. മനസ്സിലാകുന്നവർക്കായി 4:30 മണിയായപ്പോൾ നമ്മുടെ 6ാമടയിലൊരു അച്ചായൻ നേമം CSIയുടെ കൂടെ പോയപ്പോൾ തട്ടുകടയുടെ അവിടെ കൊച്ചുവൻ ചുരുട്ട് കിടക്കുന്നു. കൊച്ചുവനോട് ചോദിച്ച്, അയ്യോ നീ 6ാമട ശമീലച്ചാൻ്റെ റോസമ്മയുടെ മോനല്ലയോ? ഈ ഗതി വന്നല്ലോ. അപ്പോൾ പറഞ്ഞ 3 നാൾക്കളായാ ടീയെ കൊടുത്തിട്ട് അരുമയാണ് 2 ടീയെ കൊടുത്തിരുന്നെങ്കിൽ പരിപ്പ് വട കൊടുത്തിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി. നിങ്ങൾ വിചാരിക്കുക തിരുവനന്തപുരത്തുകാർക്ക് കുറച്ച് തമിഴ് അറിയാം. രജിപ്പാസ് വിട്ടിരിക്കുന്നത് പെന്തിക്കോസ്കാരെ ഏതെങ്കിലും ഒരു കാര്യം വന്ന് അപ്പോഴേ കയറ് വലിക്കും. സ്വോത്രം. அதுக்கு தான் இந்த நாட்களில் குமரி மாவட்டத்தில் உண்மையான செய்திகள், உலகத்தின் முடிவும், கடைசிக்கால செய்திகள். മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവിടെ ആരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടത്തില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ കന്യാകുമാരി വരുന്നത് പ്രീനുവിനറിയാം. അതിന് ശേഷം വടശ്ശേരിക്കര പോയി വരുന്നത്. എന്താ സംഭവം എന്നറിയാമോ? അവൻ 2 ചായ അടിച്ചു, ഒരു കട്ടനും എല്ലാം കൂടെ അടിച്ച് പരിപ്പോടെ അടിച്ച് നേമത്ത് ഒറ്റ വരവ് 6ാമടയിലേക്ക്. 6ാമട എത്താറായപ്പം 6:30 മണിയായി. ചമേലച്ച സിറ്റൗട്ടി ഞങ്ങളുടെ കണക്ക് ആര് മരിച്ചെന്ന് മനോരമ വായിച്ചുകൊണ്ടിരിക്കുക. അമ്മാമ്മ 45 പവർ വിഷൻ TV കണ്ടുകൊണ്ടിരിക്കുക. മനമയെ പക്ഷി കണങ്ങേ. അന്നേരം നമ്മൾ കാർ റിവേഴ്സ് ഗിയർ ഇടുന്നോലെ വീട്ടിൻ്റെ വാതയ്ക്കപ്പോൾ വാക്യമല്ലല്ലോ, ക്യാമറ ഇല്ലയോ, CC. അതിനകത്ത് നോക്കിയപ്പോൾ
മുടിയൻ കൊച്ചുമോൻ വരുന്നു. പവർ വിഷൻ കട്ടായി വണ്ടിക്ക് റിവേഴ്സ് ഗിയർ ഇടുന്നുള്ള ക്യാമറ കൊച്ചുമോൻ. അമ്മാമ്മ ഓടി ചെന്നിട്ട് ശമുവേലച്ചാനോട് പറഞ്ഞു, എൻ്റെ പൊന്ന് പാപ്പാ, ആ വരുന്ന മുടിയൻ കൊച്ചുമോൻ, വണ്ടി എടുത്താട്ടെ നമുക്ക് ലൂലു മാളി ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം, ഗേറ്റ് പൂട്ടാൻ മനസ്സിലാകുന്നവർക്കായി. അപ്പം വിചാരിക്കുക അപ്പനും അമ്മ അവിടെ ഇല്ലെന്ന് സ്വോത്രം. എന്നാൽ ഇന്ന് രാത്രി മടങ്ങി വരുന്ന കൊച്ചുമോനെ കണ്ടിട്ട് കാറെടുത്ത് ലൂലു മാളിൽ പോയില്ല. മടങ്ങി വരുന്നവന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്ത ഒരപ്പനെ ഇന്ന് രാത്രി 6-ാം മടയിൽ ഞങ്ങൾ ഉയർത്തുന്നു. അവൻ്റെ പേരത്ര ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ഇതാ സുവിശേഷ പ്രസംഗം. ഇന്ന് രാത്രി വന്നവൻ്റെ നിറം നോക്കിയില്ല, മണം നോക്കിയില്ല, ഗുണം നോക്കിയില്ല. മനസ്സിലാകുന്നവർക്കായി എന്താ സംഭവിച്ചത്? അവൻ ഓടി വന്ന ഒരു കാര്യം പറഞ്ഞു, ഇതാ മാനസാന്തരം, ഇതാ മാനസാന്തരം. അല്ലാതെ തുണ്ട് പേപ്പർ എഴുന്നല്ല. അവൻ അപ്പനെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, നാട്ടുകാരെ, വീട്ടുകാരെ, ചെറുപ്പക്കാരെ, ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല, നിന്നെ നിത്യതയെ കൊണ്ടുവന്ന ദൂത എന്ന് രാത്രി പറയുന്നത്. അവൻ പറഞ്ഞു, അപ്പാ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിപ്പാൻ യോഗ്യനില്ല. യോഗത്തൊക്കെ അവസാനം കൈ ഉയർത്തി കർത്താവിനെ ഏമാത്തി കാണിക്കുന്നതല്ല വലുത്. അപ്പൻ്റെ അടുത്ത് നിന്ന് മാനസാന്തരത്തെ ഏറ്റു പറയണം. അപ്പൊ ഒരു കാര്യം പറഞ്ഞു, മോനെ, നീ പോയപ്പോ തൊട്ട് ഞാൻ കരയുക, തട്ടാൻ തങ്കപ്പനെ കൊണ്ടൊരു കുഞ്ഞു മോതിരം നിനക്ക്, പാറ്റയുടെ ചെരുപ്പ്. അപ്പൊ അവൻ പറഞ്ഞു, വേണ്ട, നമ്മുടെ ഒട്ടുപാല് കണക്കുന്ന പെരയിലൊക്കെ കിടക്കാന്ന്. അപ്പൊ പറഞ്ഞു, വേണ്ട. അവന്റെ വേലക്കാരോട് പറഞ്ഞു, യവനെ ധരിപ്പിക്കുവാൻ ഒരു വിശേഷ വസ്ത്രം കൊണ്ടുവരുവാൻ. ഇതാ എൻ്റെ പ്രസംഗം. അവൻ വന്നപ്പോൾ അവന്റെ വസ്ത്രം എന്തായിരുന്നു? എല്ലാ നാട്ടുകാരും കേട്ടെ. 1 വർഷമായിട്ട് പന്നിയുടെ കൂട്ടത്തിൽ കിടന്ന്, അതിനകത്ത് ചാണകം, അതിനകത്ത് മൂത്രത്തിന്റെ മണം, നിറം നോക്കാതെ, ഗുണം നോക്കാതെ, ഡോക്ടറേറ്റ് നോക്കാതെ, കറുത്തവനെന്ന് നോക്കാതെ, വെളുത്തവനെന്ന് നോക്കാതെ, കുടുംബത്തിന്റെ പാരമ്പര്യം നോക്കാതെ വന്നവന് മാറോട് ചേർത്തണയ്ക്കുന്ന ഒരപ്പനെ ഈ രാത്രി ഞങ്ങൾ 6-ാം മടയിൽ പരിചയപ്പെടുത്തുന്നു. അവനത്ര നസ്രേനായ യേശു ക്രിസ്തു. രാത്രി ഇതാ പ്രസംഗം കേട്ടോ. എന്താ സംഭവം? അവൻ വന്ന ഡ്രസ്സിൽ കൊണ്ടുപോയില്ല, അവനെ ധരിപ്പിക്കുവാൻ ഒരു വിശേഷ വസ്ത്രം. കേട്ടാട്ടെ, 1-ാമത്തെ ആദം ഏദന്റെ പൂങ്കാവനത്തിനകത്ത് രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തെ ആദം കാൽവറിയിൽ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തി അവന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ആ രക്ഷയുടെ ഉടുപ്പുള്ളവര് മണിയറയിൽ കൊണ്ടുപോകാൻ എൻ്റെ കാന്തൻ വരാറായി. 6-ാം മട സെൻട്രി കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. आज रात को इसी संदेश सुनने वाला मेरा भाइयों बहनों, आप लोग किधर भी बैठेगा, पगार नहीं जाने का, घूमने का नहीं, ये खर्चा करने का नहीं. आज रात को अपना दिल में हाथ सोच के इस तरह बोलना चाहिए, 2000 साल पहले हमारा परमेश्वर उनका बेटा यीशु मसीह को धरती में भेज दिया. वो हमारा मृत्यु हो गया क्या? उनका बीच में एक बगज वाला आया, यीशु मसीह का पेट का अंदर चाकू मारा, उधर से खून निकल गया. उनका खून से मेरे को सफाई करो. किसी भाई बहन आज हाथ उठाएगा, आपका नाम जीव का किताब में डालेगा. ജീവ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുക. അവൻ 2-ാമതും മടങ്ങി വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഈ രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. സന്ദേശം അവസാനിക്കുന്നു. ഒരു വാക്ക് പ്രിയന് വായിക്കുന്നു പാട്ടിലേക്ക്. ഇന്ന് രാത്രി താങ്കൾ ഒരു മദ്യപാനിയാണോ? കുടുംബജീവിതം തകർന്ന വ്യക്തിയാണോ? റോഡിലോ തെരുവിലോ ഓടണ്ട, പുണ്യ സ്ഥലങ്ങളിലേക്ക് വാരി വാരി കാണിക്ക കൊടുക്കണ്ട. മകനെ, മകളെ, ചെറുപ്പക്കാര, അപ്പച്ച, അമ്മച്ചി, ആത്മഹത്യക്ക് വേണ്ടി കാത്തിരിക്കുന്ന സുഹൃത്തെ, ഇന്ന് രാത്രി ചങ്കത്ത് കൈവച്ച് വാക്ക് കേട്ട് ഒരു വാക്ക് വിളിച്ചു പറ, യേശു എൻ്റെ ഏക രക്ഷകൻ, യേശു എൻ്റെ ഏക കർത്താവ്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അങ്ങ് രക്തം ചിന്തിയെങ്കിൽ 6-ാം മട ആ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാവത് ഇറവ് യാർ കയ്യെ തൂക്കിപ്പിടിച്ച അപ്പച്ചന് ജപത്തെ കൊടുക്കത് അവൻ താൻ കാന്തൻ വരവിലെടുക്കപ്പെടും. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിർത്താറായി ബാക്കി നാള്. യോഹന്നാൻ 9:4 പാടാൻ തയ്യാറായിക്കോ? യോഹന്നാൻ 9:4 വായിച്ചിട്ട് മോനെ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ മാത്രമല്ല, നിങ്ങളെല്ലാം വിളിച്ച കർത്താവിന്റെ വേലക്കാരായിട്ടാണ് ഈ കൺവെൻഷൻ 2-ാമത്തെ ആഴ്ചയിലാണ് നടക്കുന്നത്. ഇനി 1 വർഷം ബാക്കിയുണ്ട്. കർത്താവ് വന്നില്ല. അമ്മാമേ, പെന്തിക്കോസിനെ പറ്റി പറയാനില്ല, ഒരാളോടെങ്കിലും പറയണം യേശു രക്ഷകനെന്ന്. ചെറുപ്പക്കാര, ഒരാളോടെങ്കിലും പറയണം
എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം. അടുത്ത വാക്കൂടെ നിർത്തിയാട്ടെ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരും. യേശു പറഞ്ഞു, യഹൂദന്റെ നിലവിളി ഉയരുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന 6ാം മണ്ഡല സെൻട്രലിലെ ദൈവകുഞ്ഞുങ്ങളെ നീതി സൂര്യൻ രോഗോപശാന്തിയുടെ മധ്യാകാശത്തിൽ നിന്ന് ഉദിച്ചുയരും. ഇന്ന് രാത്രി തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ നാം കാന്തൻ്റെ വരവിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി 3-4 കണ്ടന്റ് നിങ്ങളോട് പറഞ്ഞു. നമ്പർ 1, ഒരാലയം ഇവിടെ വരും. അതിനു മുമ്പ് സഭയാ മണവാട്ടി. 2, ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരും. അതിനു മുമ്പ് തേജസ്സിലെ യേശുവിൻ്റെ പൊന്മുഖം, പന്നിയറുത്ത രക്തം യഹൂദന്റെ ആലയത്തിൽ വീഴും. അതിനു മുമ്പ് ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി. യഹൂദൻ നിലവിളിക്കുന്ന ഒരു കാലം ഉലകം കേൾക്കും. അതിനു മുമ്പ് സഭയാകുന്ന മണവാട്ടി നിത്യ വീട്ടിലേക്ക് എടുക്കപ്പെടും. ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കൊത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. അപ്പച്ചാ, അമ്മച്ചി, മോനെ, മോളെ, ചെറുപ്പക്കാരി, ഞങ്ങളുടെ ശബ്ദത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ട് താങ്കൾക്കൊരു വാക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഇത് പെന്തക്കോസിന്റെ മാർഗമല്ല, നിന്നെ അക്കരെ നാട്ടിലെത്തിക്കുന്ന മാർഗം കേട്ട് 6ാം മട മടങ്ങി വാ. രാത്രി യോഗാനന്തരം ഒരാവശ്യമുണ്ടെങ്കിൽ താങ്കൾ കടന്നു വാ. മദ്യപാനിയാകട്ടെ, ജീവിതം തകർന്ന വ്യക്തിയാകട്ടെ, ഞങ്ങളുടെ ഈ പൊന്നും വെള്ളിയല്ല, താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലൊരു കുഞ്ഞായി മാറട്ടെ. എല്ലാവരും എഴുന്നേറ്റാട്ടെ. എതിർക്രിസ്തു വരുന്നതിന്, ആലയം പണിയുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറ്. എല്ലാ കരങ്ങളും അടിച്ച്, ആര് സ്ഥലം വിട്ടു പോരുന്നത് കറക്റ്റ് ടൈമിൽ അവസാനിപ്പിക്കുക. എല്ലാ കരങ്ങളും അടിച്ച്. ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്. ഒരു ചിറകുള്ള പക്ഷി പറന്നിട്ടില്ല. തിരുവനന്തപുരം വിമാനത്താവളം, ഒരു വിമാനത്തിന് 2 വിങ് ഉണ്ട്. അതുപോലെ 1 വചനം മാത്രം പോരാ, ആരാധന. എല്ലാ കരങ്ങളും തട്ടി ആണ്ടവരിൻ മഹിമ. എല്ലാ കരങ്ങളും അടിച്ച് രീക ചാനക ബൗദ്ധമനാഥന ബന്ധൽക്കമന അഭിഷേകത്തോടെ ഇന്ന് രാത്രി പട്ടണം പിടിക്കപ്പെടവേ. മനോഹരമാകുന്ന സിയോനിൽ നാം വേഗം ചേരാറായി.